കൂട്ടുകാരെ, ഈ കാണുന്ന പള്ളിയാണ് മസ്ജിദുൽ അരീഷ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഏകദേശം മദീനയിൽ നിന്ന് 150 കിലോമീറ്റർ താണ്ടിയിട്ടാണ് ബദറിലെത്തുന്നത്. ബദറിൻ്റെ വിശാലമായ ചരിത്രങ്ങളൊക്കെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധവേളയിൽ അൻസാറുകളായ സ്വഹാബത്ത് ഈ കാണുന്ന മസ്ജിദ് അരീഷ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഇരുത്തിയത്. ഇവിടെയാണ് തങ്ങൾ തമ്പടിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസ്വാബത ഫലാ തുഅബദ് ഫിൽ അർദി അബദ. ഈ ദിവസം ഈ ചെറു സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഭൂലോകത്ത് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ, നിന്നെ ആരാധിക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യനെ പോലും ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. ഈ ദുആഇന് ഉത്തരം ലഭിച്ചതുകൊണ്ടാണ് ബദറിൽ പരിപൂർണമായ വിജയം മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഓർഡർ ലഭിക്കുകയും യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു. പള്ളിയുടെ പിറകുവശത്ത് കാണുന്ന ഈ വരാന്തയിലാണ് ഹംസ റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ ദ്വന്ദ്വയുദ്ധത്തിലായി ഏർപ്പെടുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് 14 പേര് ബദറിൽ ഷഹീദാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുള്ള സഹാബത്ത് എന്തുകൊണ്ടാണ് 1000-ഓളം വരുന്ന ശത്രുക്കൾക്കെതിരെ വിജയം കരസ്ഥമാക്കിയത്? അവരുടെ ഈമാൻ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, മൂസാ നബിയോട് അവിടുത്തെ അനുയായികൾ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുകയില്ല. മൂസാ നബിയോട് അവിടുത്തെ അനുയായികൾ പറഞ്ഞത്, ഓ മൂസാ നബിയെ, നിങ്ങളും നിങ്ങളുടെ ഇലാഹ്, നിങ്ങൾ 2 പേരും കൂടെ പോയി യുദ്ധം ചെയ്തു വരൂ, ഞങ്ങളിവിടെ വിശ്രമിക്കാമെന്നായിരുന്നു. എന്നാൽ യാ റസൂലല്ലാഹ്, ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, അങ്ങയോട് പറയുന്നത്, ഞങ്ങൾ യുദ്ധം ചെയ്തു വരാം, തങ്ങൾ ഇവിടെ വിശ്രമിക്കൂ എന്നാണ്. അഥവാ ഞങ്ങൾ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ, ഞങ്ങൾ വധിക്കപ്പെടുകയാണെങ്കിൽ നബിയെ, തങ്ങൾ ഉടനെ മദീനയിലേക്ക് മടങ്ങണം. കാരണം ഞങ്ങളെക്കാളേറെ തങ്ങളെ സ്നേഹിക്കുന്ന ഒരുപറ്റം മുഅ്മിനീങ്ങളായ ആളുകൾ മദീനയിലുണ്ട്. ഈ ഒരു വിശ്വാസമാണ് മുസ്ലിമീങ്ങളെ യഥാർത്ഥത്തിൽ ഈ വിജയത്തിലേക്ക് നയിച്ചത്.